നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീന ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 ആ കളി. ആ കളിക്ക് റോഡ്രിഗോ ഡിബോൾ അർജൻറ്റീനയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. വളരെ ആവേശത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ മാച്ചാണ്, ഇത്തരം മത്സരങ്ങൾ കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഡിബോളിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഡിബോൾ അദ്ദേഹം ടീമിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: കോച്ച് ഇതുവരെ ടീം അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ വളരെ ശാന്തനാണ്. ടീമിലുണ്ടാകുന്ന പ്രതീക്ഷയിൽ ഞാൻ കാമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഈ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്: എല്ലാവർക്കും അറിയാം ഞാൻ ഇത്തരം മത്സരങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇത്തരം മത്സരങ്ങൾ നമ്മെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. കാരണം അതിൽ നമ്മുടെ ഫീലിങ്സ് ഉണർത്തുന്ന ചില സ്പെഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ആ ഒരു ഗ്രേറ്റ് ജോയ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കളിക്കായിട്ട് വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് എന്നുകൂടി റോഡ്രിഗോ ഡിബോൾ പറയുന്നുണ്ട്. അതേസമയം ലയണൽ സ്കലോനി കഴിഞ്ഞ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഇംഗ്ലണ്ടാണ് എതിരാളികളെന്ന് കണ്ടപ്പോൾ പറഞ്ഞത് ഇത് മറ്റൊരു ജസ്റ്റ് അനദർ മാച്ച് മാത്രമാണ് എന്നായിരുന്നു. ആവശ്യമില്ലാത്ത ഒരു റിവൽറിയും കാര്യങ്ങളും കളിയിലേക്ക് കൊണ്ടുവരേണ്ട എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇപ്പോൾ അതിനെയും വിശദീകരിക്കുന്നുണ്ട് റോഡ്രിഗോ ഡിബോൾ. അദ്ദേഹം പറയുന്നത് എന്താണോ കോച്ച് പബ്ലിക്കലി പറഞ്ഞത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇറ്റ്സ് എ ഫുട്ബോൾ മാച്ച്. എന്നാൽ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു ആളുകൾ വന്ന് ആസ്വദിക്കുന്ന ഒരു ഗ്രേറ്റ് മാച്ച് കളിക്കാൻ പറ്റുമെന്ന്. അർജൻറ്റീൻസ് ഏതായാലും വളരെ സന്തോഷവാന്മാരാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ കളി കഴിഞ്ഞ് മടങ്ങാൻ പറ്റുമെന്ന് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റോഡ്രിഗോ ഡിബോൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മാച്ചിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതൊരു യുണീക്ക് ഗെയിമാണ് എഗെയിൻസ്റ്റ് എ ഗ്രേറ്റ് റൈവൽ എന്ന്. ഏതായാലും കടുത്ത വൈരമുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഇന്ന് ഫിഫ വേൾഡ് കപ്പിൻ്റെ 2ാം സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.